ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വ്ളോഗ് ഒരു നൈറ്റ് ടൈം റൂട്ടീനാണ് ഡ്യൂറിങ് മൈ പ്രഗ്നൻസി ജേർണി കേട്ടോ. അപ്പോൾ ഇന്ന് മുതൽ എൻ്റെ 7th മന്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതായത് പ്രഗ്നൻസിയിലെ 3rd ട്രൈമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു നൈറ്റ് ടൈം റൂട്ടീൻ എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗിൽ ഞാൻ കാണിക്കാൻ പോകുന്നുള്ളത്. ബാക്കി ട്രൈമസ്റ്ററിലൊക്കെ ഞാൻ കൂടുതലും ഷോപ്പിൽ തന്നെ ഉണ്ടായിരുന്നു നൈറ്റിലൊക്കെ. ഇപ്പം കുറച്ചും കൂടെ റെസ്റ്റ് ആവശ്യമാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഷോപ്പിൽ നിന്ന് വീട്ടിലേക്ക് വരലാണ്. അപ്പോൾ അതിന് ശേഷമുള്ള എന്തൊക്കെയാണ് നൈറ്റ് ടൈമിൽ ഞാൻ ചെയ്യാറുള്ളത് എന്നുള്ളതൊക്കെയാണ് ഞാൻ ഈ ഒരു വ്ളോഗിൽ കാണിക്കാൻ പോകുന്നുള്ളത്. എന്തൊക്കെയാണ് ഫുഡ് ഐറ്റംസ്, അതുപോലെ കുഞ്ഞു കുഞ്ഞു പ്രഗ്നൻസി ടിപ്സ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ പറയാൻ പോണത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് ഇന്ന് നമ്മുടെ ഡിന്നർ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് ഇന്നത്തെ ഡിന്നർ കേട്ടോ. ഇതിൽ ചിക്കൻ ഫ്രൈ ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ നല്ല ചെറുപയർ കറിയുണ്ട്, പിന്നെ 2 ചപ്പാത്തി. അപ്പോൾ ഇപ്പോൾ ടൈം ഏകദേശം 8 മണി ആയിട്ടുണ്ട്. നമ്മളെപ്പോഴും ഡിന്നർ കുറച്ച് നേരത്തെ കഴിക്കാൻ തന്നെ നോക്കുക. അതായത് ഹെവി മീൽസൊക്കെ നമ്മൾ കുറച്ച് നേരത്തെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ റെസിപ്പി ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല കേട്ടോ. അതായത് ഇത് നമ്മുടെ ചിക്കൻ ഫ്രൈ, ഇതിൽ എൻ്റെ ഉമ്മച്ചിൻ്റെ മസാലയാണ് കൂട്ടിയിട്ടുള്ളത്. അതായത് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കുറച്ച് ഉപ്പിടെ, ഞാൻ കല്ലുപ്പാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ അതുപോലെ കറിവേപ്പിലയും പിന്നെ നമ്മുടെ വലിയ ജീരകം ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് അമ്മക്കുട്ടിയിലൊന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടി ഇതിൽ മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ മസാല ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. അതായത് നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ട് കേട്ടോ. ചിക്കൻ ഫ്രൈ ഫോക്കസ് ഔട്ട് ആവുന്നുണ്ടോ? ഓക്കെ, ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത, ഞാൻ ഒറ്റയ്ക്കാണ് വ്ളോഗ് എടുക്കുന്നത്. കാരണം നൈറ്റ് ടൈം റൂട്ടീനാണ്. ഇപ്പം ഞാനും ഉമ്മമ്മ ഉപ്പപ്പാണ് ഇപ്പോൾ വീട്ടിലുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെയാണ് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ടാവും. ഭയങ്കര ഇഷ്ടമാണ് ചെറുപയർ കറി കേട്ടോ. പിന്നെ ഏറ്റവും നല്ല ഒരു അടിപൊളി ഫുഡാണ് ചെറുപയർ. അതായത് നല്ല ഫൈബറും പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ഫുഡാണ് നമ്മുടെ ചെറുപയർ. അത് നമ്മളെപ്പോഴും പ്രഗ്നൻസി ടൈം എന്നല്ല, അല്ലെങ്കിൽ നമ്മൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ബെസ്റ്റാണ് കേട്ടോ. അപ്പം നല്ല ചെറുപയർ കറിയും ചപ്പാത്തിയുമാണ് ഞാനിന്ന് കഴിക്കണത്. ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ. ചപ്പാത്തി എനിക്ക് പരത്താൻ അറിയില്ല ഗൈസ്. അതുപോലെ നമ്മളെ പത്തിരി, ബാക്കി പണീസൊക്കെ അറിയാം. അതൊക്കെ ചുട്ടെടുക്കാനും ഉമ്മച്ചിക്ക് ബാക്കി ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കാനും അറിയാം. അത് ഇനി നമ്മളെ നൈസ് പത്തിരി ആണെന്നുണ്ടെങ്കിലും നോമ്പിനൊക്കെ അത് ഉമ്മച്ചി പരത്തും. ബാക്കി പ്രോസസ്സിങ്ങൊക്കെ ഞാൻ ചെയ്യും. പരത്തിൽ ഇതുവരെ എനിക്ക് പഠിഞ്ഞിട്ടില്ല കേട്ടോ. ബാക്കിയൊക്കെ ഓക്കെയാണ്. അപ്പം എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, വെളുത്തുള്ളിൻ്റെ ഒരു അല്ലി കൂടിയെന്ന് തോന്നുന്നു. വെളുത്തുള്ളിൻ്റെ ഒരു ചെറിയ കുത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ കഴിക്കും. പിന്നെ നമുക്ക് ചിക്കനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റെ അമ്മച്ചിൻ്റെ അവിടേക്ക് എത്തിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് അടുത്ത പരിപാടി എന്ത് നോക്കാം. ഞാൻ എന്തായാലും ഫുള്ള് കഴിച്ച് തീർക്കട്ടെ. 2 ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് ഒക്കെ കൊണ്ടിട്ട് എൻ്റെ ഫേസ് നന്നായിട്ട് ഡ്രൈയും ഡള്ളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മമ്മൊക്കെ പറഞ്ഞ് ഇങ്ങനെ കോക്കനട്ട് ഓയിലൊക്കെ യൂസ് ചെയ്ത് നോക്കും, നല്ലതാണ് നമ്മളെ സ്കിന്നിന്. അതുപോലെ ഒന്നും കൂടെ മോയ്സ്ചറൈസ് ചെയ്യാനും ഒന്ന് സോഫ്റ്റൻ ചെയ്യാനൊക്കെ കോക്കനട്ട് ഓയിൽ ബെസ്റ്റാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ. പക്ഷേ അതൊന്നും കൂടെ ഓയിലി, അതുപോലെ ഗ്രീസ്, ഭയങ്കര സ്റ്റിക്കായിട്ടൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒന്നും കൂടെ ഫേസ് ഒന്നും കൂടെ ഡള്ളായ പോലെ തോന്നി. സോ ഞാൻ ഈ കോക്കനട്ട് ഓയിലിന് പകരമായിട്ട് നമ്മുടെ ഡെർമഡോക്കിൻ്റെ 2% കോജിക് ആസിഡ് വരുന്നുള്ള ഈ ഒരു നൈറ്റ് ക്രീം യൂസ് ചെയ്തിട്ടോ. ഇത് നമ്മൾ രാത്രി കിടക്കുമ്പോൾ അപ്ലൈ ചെയ്തിട്ട് കിടക്കേണ്ടതാണ്. അപ്പോൾ എൻ്റെ കണ്ണിന് താഴെയുള്ള ഈ ഒരു ഡാർക്ക്നെസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു മാറ്റം തന്നെ നമുക്ക് മോർണിംഗിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമുക്ക് എന്താ വെച്ചാൽ 2 ആഴ്ച കൊണ്ട് തന്നെ നല്ല വിസിബിൾ റിസൾട്ട് കിട്ടും ചെയ്യും. നമ്മുടെ സ്കിന്നിലെ ടാൻ ആണെന്നുണ്ടെങ്കിലും പിഗ്മെൻറ്റേഷൻ ആണെന്നുണ്ടെങ്കിലും അൺഈവൻ സ്കിൻ ടോണൊക്കെ റെഡ്യൂസ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ആൻഡ് ഇതിൽ മെയിനായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് കോജിക് ആസിഡ്. അത് നമുക്ക് ട്രിപ്പിൾ ബ്രൈറ്റ്നസ് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഒരുപാട് ഡെർമറ്റോളജിസ്റ്റ് കോജിക് ആസിഡിനെ കുറിച്ച് പറയുന്നത് നോക്കാം. Kojic acid is one molecule that works against dark spots very well. ആൻഡ് ഇതിൽ ആൽഫ ആർബുട്ടിൻ, നയാസിനമൈഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ഡേ ബൈ ഡേ നമുക്കൊരു ഇൻസ്റ്റന്റ് ഗ്ലോ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ആൻഡ് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതുപോലെയാണ് ഇതിൻ്റെ ഉള്ളിൽ ക്രീം വരുന്നത് കേട്ടോ. ഇതുപോലെ കുറച്ച് എമൗണ്ട് എടുക്കുക, ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് വളരെ നോൺ സ്റ്റിക്കാണ് കേട്ടോ. ആൻഡ് അപ്ലൈ ചെയ്യണം വളരെ സിമ്പിളാണ്.
അപ്പോൾ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് രാത്രി കിടന്നാൽ മതി. ആൻഡ് ഇതൊരു സൂപ്പർ അഫോർഡബിൾ പ്രൊഡക്റ്റാണ്. പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ അടുത്ത റൂട്ടീൻ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞാനായിട്ട് ഈ ഒരു ഫ്രൂട്ടാണ് കഴിക്കുന്നത്, നമ്മൾ പച്ചമുന്തിരി ട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കുഞ്ഞു കുഞ്ഞു ഫുഡായിട്ട് കഴിക്കുക വേണ്ടത് ഈ ഒരു ടൈമിൽ. കാരണം നോർമലി നമ്മൾ 3-4 നേരമൊക്കെ ആയിട്ടാവും നമ്മൾ ഫുഡ് കഴിക്കാം. പക്ഷെ പ്രഗ്നൻസി ടൈമിൽ നമ്മളതൊരു 8 നേരമൊക്കെ ആക്കിയിട്ട് കഴിക്കാനാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. കാരണം ഡോക്ടറോട് ഞാൻ പറഞ്ഞു എനിക്ക് വിശപ്പ് കുറവാണ്, അധികം ഫുഡൊന്നും എനിക്ക് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ, അതായത് ഇപ്പോൾ ഒരു ദോശ കഴിക്കുമ്പോൾ തന്നെ എനിക്ക് വയറ് നിറയും. അപ്പോൾ ഡോക്ടറോട് അത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് കഴിക്കുക. അപ്പോൾ ഈ 4 നേരമുള്ളതൊന്നും കൂടെ പ്ലസ് ആക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ 8 നേരമൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കുക. അതായത് കുഞ്ഞു കുഞ്ഞു ഹെവി മീൽസും കുറച്ച് കഴിക്കുക, അതിൻ്റെ ഇടയിൽ ഇതുപോലത്തെ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നട്ട്സോ അങ്ങനെയൊക്കെ കഴിക്കുക കേട്ടോ. നട്ട്സിൽ നമ്മളെ നിലക്കടല അതൊക്കെ വളരെ നല്ലതാണ്. ഏറ്റവും റേറ്റ് കുറഞ്ഞ നട്ട്സാണ് നമ്മളെ പീനട്ട് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കാഷ്യൂനട്ട് നല്ലതാണ്. അപ്പോൾ അതുപോലെ അതും കഴിക്കുക. പിന്നെ നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് കുറച്ച് ഫിഗ് ഉണ്ടല്ലോ, അത്തിപ്പഴം വെള്ളത്തിൽ കുതിർത്തിട്ട് രാവിലെ കഴിക്കണതും നല്ലതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് കഴിച്ച് തീർക്കട്ടെ, എന്നിട്ട് ഞാൻ ഓരോരോ കുഞ്ഞു ടിപ്സും അതുപോലെ തന്നെ കുഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫ്രണ്ട്സ്, ഇതെന്താ സംഭവം എന്നറിയോ? ഇത് ഞാൻ കിടക്കാൻ ടൈമിൽ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ റൂം സ്പ്രേക്ക് പകരം യൂസ് ചെയ്യുന്ന കേട്ടോ. ഇതാണ് പ്യുവർ അരോമ എസെൻഷ്യൽ ഓയിൽ ഡിഫ്യൂസർ കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു 2 to 3 ഡ്രോപ്സ് ഇതുപോലത്തെ ഒരു അരോമ ഓയിൽ, ഞാൻ ലാവൻഡറാണ് യൂസ് ചെയ്യുന്നുള്ളത് ഫ്ലേവർ. നല്ല സ്മെല്ലാണ്, നമുക്ക് രാത്രി നല്ല ഉറക്കം കിട്ടാൻ ഈ ലാവൻഡറിൻ്റെ സ്മെല്ല് നല്ലതാണ് കേട്ടോ. ഇതിൽ ഏകദേശം 9 ലൈറ്റ്സ് വരുന്നുണ്ട്. കണ്ടോ, ലൈറ്റ് ഓഫാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. മാത്രമല്ല നമുക്ക് നന്നായിട്ട് ഉറങ്ങാനും ഹെൽപ്പ് ചെയ്യും. നല്ല സ്മെല്ലാണ്. നമ്മൾ ബാക്കി റൂം സ്പ്രേ പോലെ കെമിക്കൽസ് കാര്യങ്ങളൊന്നും ഉണ്ടാവും ചെയ്യില്ല. നമുക്ക് നന്നായിട്ട് ഒരു സ്ലീപ്പ് കിട്ടും. നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻറ്റ് ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ എന്തായാലും നമുക്ക് സ്ട്രെച്ച് മാർക്സ് വരും. സോ നമ്മൾ എപ്പോഴും ഒരു മസാജ് ലോഷൻ, സ്ട്രെച്ച് മാർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു മസാജ് ലോഷൻ യൂസ് ചെയ്യുക. ഞാനിത് ഈ ഒരു ലോഷനാണ് യൂസ് ചെയ്യുന്നുള്ളത് കേട്ടോ. പാമേഴ്സിൻ്റെ ഒരു ലോഷനാണ് അത്. 2 നേരം, അതായത് രാവിലെ രാത്രി യൂസ് ചെയ്യുക. ഞാൻ കൂടുതലും ഡെയിലി രാത്രി എന്തായാലും ഞാൻ യൂസ് ചെയ്യലുണ്ട്, മോർണിംഗ് ചിലപ്പോൾ സ്കിപ്പ് ആവാറുണ്ട്. അതായത് ഇത് തീരെ സ്ട്രെച്ച് മാർക്ക് വരില്ല എന്നൊന്നും ഞാൻ പറയണില്ല, പക്ഷെ നമുക്ക് ഇത് വന്ന് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നതിലേറെ നല്ലത് ഞാൻ ഒരു 5th month മുതലൊക്കെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ തന്നെ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുക, വരുന്നതിന് മുന്നേ തന്നെ യൂസ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഒരു പരിധി വരെ സ്ട്രെച്ച് മാർക്ക് വരുന്നതൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത്തരം വേറെ ഒരുപാട് ലോഷൻസിനെ കുറിച്ച് ആഡും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായത് നിങ്ങൾ ചൂസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അത് എന്തായാലും പ്രഗ്നൻസി ടൈമിൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കും. പിന്നെ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കാണുന്ന ഇത്താത്തമാരത്തിൽ പ്രഗ്നൻറ്റ് ലേഡീസ് ഉണ്ടെങ്കിൽ എന്തായാലും നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ആക്ച്വലി എനിക്ക് വെള്ളം കുടിക്കാൻ മടിയാണ് കേട്ടോ. എന്നാലും എനിക്കിതുവരെ ഭാഗ്യത്തിന് ഇൻഫെക്ഷൻസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു 3 ലിറ്റർ വരെ കുടിക്കാനൊക്കെ ഡോക്ടേഴ്സ് പറയാറുണ്ട്, പക്ഷേ എനിക്ക് അത്രയൊന്നും എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. മാക്സിമം 2 ലിറ്ററൊക്കെയാണ് മാക്സിമം പറ്റാറുള്ളത് കേട്ടോ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളും എന്താ പറയുക, എന്നെ പോലെ ആവരുത്, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഞാനും ഇങ്ങനെ കൂട്ടി വരികയാണ്. പൊതുവേ നമുക്ക് മടി ഉണ്ടാവുക രാത്രി ഇങ്ങനെ ബാത്റൂമിൽ ടോയ്ലറ്റിൽ ഇങ്ങനെ പോകണമെന്നുള്ളതുകൊണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു 8 മണി അല്ലെങ്കിൽ മാക്സിമം ഒരു 9 മണി 9 മണിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ആ ഒരു വെള്ളത്തിൻ്റെ അളവ് നമ്മൾ കുടിച്ച് തീർക്കാൻ ശ്രദ്ധിച്ചാൽ മതി. കിടക്കാൻ ടൈമിൽ നമ്മൾ വെള്ളം കുടിക്കരുത്. അപ്പോൾ നമുക്ക് കുറേയൊക്കെ ഈ ടോയ്ലറ്റിലുള്ള പോക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഞാൻ ആ ഒരു മെത്തേഡ് ചെയ്ത് നോക്കി. അതായത് ഒരു 8 മണി 8:30 ശേഷം ഞാൻ അങ്ങനെ വെള്ളം കുടിക്കലില്ല. അപ്പോൾ കുറേയൊക്കെ നമുക്ക് ടോയ്ലറ്റിൽ പോകുന്ന ആ ഒരു കൗണ്ട് കുറക്കാൻ പറ്റും. എന്നാലും തീരെ നമുക്ക് എന്തായാലും പോകേണ്ടിരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. കുറച്ച് നമുക്ക് കുറക്കാൻ പറ്റും കേട്ടോ. കുറേ പ്രാവശ്യം നമ്മൾ പോകണത് കുറച്ചാക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ് നമ്മൾ രാത്രി കിടക്കുന്ന പൊസിഷനും. പ്രത്യേകിച്ച് ഇപ്പോൾ 3rd ട്രൈമസ്റ്ററിലൊക്കെ ആകുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്തിട്ട് വേണം, അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട്, ഉറങ്ങാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 7 to 9 മണിക്കൂർ വരെ നമ്മൾ എന്തായാലും ഉറങ്ങിയിട്ടുണ്ടാവണം കേട്ടോ. പിന്നെ ഉച്ചക്കും ഒരു പവർ നാപ്പൊക്കെ എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒരു 1 മണിക്കൂർ to 2 മണിക്കൂർ വരെയൊക്കെ നമുക്ക് ഉച്ചയ്ക്ക് ക്ഷീണം വന്നു കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങണത് നല്ലതാണ്.
പിന്നെ ഞാൻ കാണിച്ചിട്ട് എൻ്റെ പില്ലോസാണ്, അതായത് ഈ ഒരു പില്ലോമ ഞാൻ തല വെച്ച് കിടക്കും. പിന്നെ ഇതൊക്കെ നമ്മൾ ലെഗ് സ്പേസിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. പിന്നെ അത് ഒരു സൈഡിൽ ഞാൻ സൈഡ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പില്ലോ ആണ് കേട്ടോ. ഇപ്പം മാർക്കറ്റിൽ പ്രഗ്നൻറ്റ് ലേഡീസിന് പറ്റിയിട്ടുള്ള ഒരു സിംഗിൾ പില്ലോനെ ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷേ അത് ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് ഈ ഒരു 4 പില്ലോമേ തന്നെ ഞാൻ അഡ്ജസ്റ്റബിൾ ആണ്. ഏറ്റവും നല്ലത് നമ്മൾ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്തിട്ട് കിടക്കുന്നതാണ്. പിന്നെ നേരെ കിടക്കരുത്, അതുപോലെ കമിഴ്ന്നും കിടക്കാനേ പാടില്ല കേട്ടോ. ഇതൊക്കെയാണ് ഞാനിപ്പോൾ എൻ്റെ ഇത്രയും ഒരു മാസത്തെ പ്രഗ്നൻസിൻ്റെ ഒരു എന്താ പറയുക ജേണിയിൽ കുറച്ച് റിസർച്ചിൽ പഠിച്ച കാര്യങ്ങൾ ഞാൻ ഫസ്റ്റ് വ്ളോഗ് ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രഗ്നൻസി റിവീൽ ചെയ്തപ്പം ഞാൻ ടിപ്സൊക്കെ പറഞ്ഞു തരണ്ടെന്നുള്ളത്. സത്യം പറഞ്ഞാൽ അതൊക്കെ ഞാൻ തന്നെ ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കിയായിരുന്നു, എന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെയാണ് ഇത്രയും ഡിലേ ആയത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നൈറ്റ് ടൈം റൂട്ടീന് പോകുന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നൈറ്റ് ടൈം റൂട്ടീൻ്റെ ലാസ്റ്റത്തെ സംഭവം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നല്ല നാടൻ പശുവിൻ പാലാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. അപ്പോൾ ഇത് ചില്ലറക്കാരനല്ല ഗൈസ്. ഇതിൽ കാൽഷ്യം ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, വിറ്റമിൻ ഡി ഉണ്ട്, അതുപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഇത് പിന്നെ പാക്കറ്റ് പാലല്ല കേട്ടോ, നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന പാലല്ല. എൻ്റെ പപ്പ രാവിലെ തന്നെ നമ്മളെ സൊസൈറ്റിയിൽ പോയിട്ട് വാങ്ങുന്ന പാലാണ് കേട്ടോ. അതായത് സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിയാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ നാട്ടിലും ഉണ്ടാകും സൊസൈറ്റി, പാൽ സൊസൈറ്റി. അവിടെ പോയി കഴിഞ്ഞാൽ അവർ നല്ല പ്യുവർ പാലും അവർ അവിടെ എടുക്കുന്നുണ്ടാവുക. സോ നമുക്കും തന്നെ അതേ ക്വാളിറ്റിയിലുള്ള പാൽ നമുക്ക് കിട്ടുകയാണ്. തിളപ്പിച്ചാറിയ പാൽ മാത്രം കുടിക്കുക പ്രഗ്നൻറ്റ് ലേഡീസ്. നിങ്ങളതുപോലെ പുറത്തുനിന്ന് ജ്യൂസിലൊക്കെ നമ്മൾ ഷേക്കൊന്നും കുടിക്കരുത്. അതായത് പാൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവം തണുത്തിട്ടുള്ളൊന്നും കഴിക്കരുത് മാക്സിമം. ഇങ്ങനത്തെ കുഞ്ഞു ടിപ്സൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ആളുകൾക്ക്, ഇത് കാണുന്ന ആളുകൾക്ക് അറിയുന്ന ടിപ്സ് തന്നെ ആവും, നല്ല അറിയാത്തവർക്ക് ഒരു ഇൻഫർമേഷൻ ആവുമല്ലോ, അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പം ഇൻഷാ അല്ലാ ഇനി ഞാൻ ഇതുപോലത്തെ കുഞ്ഞു വ്ളോഗൊക്കെ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ പാലിങ്ങനെ പച്ചക്ക് കുടിക്കാൻ, ഇങ്ങനെ തിളപ്പിച്ചാറിയാലും, ഞാനിപ്പോൾ ഇതിൽ ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതേപോലെ ചെറിയ ചൂടിലാണ് ഇനി കുടിക്കുക. അത് കിടക്കുന്നതിന് മുന്നെയാണ് കുടിക്കുക. കാരണം നമുക്ക് ഉറക്കം ബെറ്റർ ആവാനും കൂടെ ഈ ഒരു ടൈമിൽ കുടിക്കുന്നത് നല്ല. ഇപ്പം ടൈം 9:30 മണിയാണ് ആയിട്ടുള്ളത് രാത്രി. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ കുടിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ ഒന്നും കൂടെ നമുക്ക് ഉറക്കം കിട്ടാനും കൂടെ നല്ലൊരു ഉറക്കത്തിനും കൂടെ ബെറ്ററാണ് ഈ ചെറിയ ചൂട് പാല് നമ്മൾ രാത്രി കുടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈമിൽ കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം ഇതുപോലെ. അതുവരെ ബായ്.